ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്താലോ എന്ന ആലോചന ഇല്ലാതില്ല. അപ്പോൾ ഇന്നാകുമ്പോൾ സൺഡേ ആണ്, നമുക്ക് സമയമൊക്കെ കിട്ടും വീഡിയോ എടുക്കാനും ഇങ്ങനെ അതിൻ്റെ കൂടെ കുക്ക് ചെയ്യാനും ഒക്കെ. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്നലത്തെ ഡിന്നറിൻ്റെ ബാക്കി നൂഡിൽസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് ബുഫേ ആണ് കേട്ടോ, കാരണം കുറച്ച് പുട്ട് ബാക്കിയുണ്ട്, ബ്രെഡ് ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. പിന്നെ വീക്കെൻഡ് ആണല്ലോ നമ്മുടെ ക്ലീനിങ് കൂടെ കുറച്ച് നല്ല രീതിയിൽ നടക്കുന്നത്, അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ കിട്ടി. ഇനിയിപ്പം ലഞ്ചിനാണെങ്കിൽ ഞാൻ ഇത്തവണ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ഇന്നലെ ഫ്രൈഡ് റൈസ് വെച്ചപ്പം കുറച്ച് റൈസ് കൂടുതൽ ചെയ്ത് വെച്ചു. അപ്പോൾ ആ വൈറ്റ് റൈസ് മതിയല്ലോ. ഇന്നിപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇച്ചൂസ് എണീറ്റതാണ്, പിന്നെ 5 മിനിറ്റ് കൂടെ മുമ്പാന്ന് പറഞ്ഞ് വീണ്ടും കിടക്കുവാണ്. അപ്പോൾ എന്തായാലും അവൾ എണീറ്റ് വരുമ്പോഴത്തേക്കും പുട്ടൊക്കെ ചെയ്താൽ മതി. പുട്ടിൻ്റെ മാവൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ ബാക്കി ക്ലീനിങ് നടത്താമെന്ന് നമ്മൾ കരുതുവാണ്. അങ്ങനെ എന്തായാലും ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് പറക്കി തിരിച്ച് വെച്ചിട്ട് അടുക്കളയിലോട്ട് പോകണം. ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് ഇന്നിങ്ങനെ നോക്കി കാണുമ്പോൾ ഉണ്ടാവുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, സത്യം പറയല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് നിന്ന് നോക്കണം. മൾട്ടി ടാസ്കിങ് ആണ് ഗായ്സ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ലേഡീസ് കുറച്ച് മുന്നിൽ തന്നെയാണല്ലേ. ഫോർ എക്സാമ്പിൾ, പല്ല് തേക്കാനായിട്ട് നമ്മൾ ബ്രഷ് എടുത്ത് വായിൽ വെക്കുന്നിടം തൊട്ട് അത് തേച്ച് തീരുന്നിടം വരെ ചെയ്യുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്താലുണ്ടല്ലോ, കരയുന്ന കുട്ടിയുടെ കയ്യിലോട്ട് ഓടിച്ചെന്നൊരു പാൽക്കുപ്പി കൊടുക്കുക, ചട്ടി കിടന്ന് മൊരിഞ്ഞ് നിലവിളിക്കുന്ന ദോശയൊന്ന് താഴെ ഇറക്കാനും, കോരിച്ചെറിയണ മഴയെ വകവെക്കാതെ പത്രക്കാരൻ വലിച്ചെറിഞ്ഞ് പത്രം ഓടിച്ചെന്നെടുക്കാനും, വേണമെങ്കിൽ 2 ഷർട്ട് ഇസ്തിരി ഇടാനും ഒക്കെ നമ്മളെ കൊണ്ടല്ലേ കഴിയും ഗേൾസ്. കഥയും പുരാണമൊക്കെ പറഞ്ഞ് എങ്ങടൊക്കെയോ പോയി. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണം. കുറച്ച് വെള്ള ചോറ് ഇരിപ്പുണ്ട്, അതായത് ബസ്മതി റൈസ് ഇന്നലെ വേവിച്ചത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു 5 തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതങ്ങനെ എടുത്ത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഒരു ചെറിയ പച്ചമുളക്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഒരു ചെറിയ പച്ചമുളക്, ഒരു സവാള, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളൊക്കെ മതി കേട്ടോ. പിന്നെ കുറച്ച് പൊടി വിതറണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി ഇടരുത്, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇടാം, പിന്നെ ഗരം മസാലയും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ആദ്യം ഒന്ന് മൊരിയട്ടെ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഇച്ചിരി ജീരകപ്പൊടിയും നമ്മുടെ ഗരം മസാലയും കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില വേണം. അത് ഞാനിങ്ങനെ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ടൊമാറ്റോ റൈസും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കേർഡും പിന്നെ കുറച്ച് ഓംലെറ്റും. സിമ്പിൾ ആൻഡ് പവർഫുൾ. യെസ്, ടൊമാറ്റോ റൈസ് ഇസ് വെരി സിമ്പിൾ ആൻഡ് പവർഫുൾ ഗൈസ്. നമ്മുടെ അടുക്കളയിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. മഴ ഇപ്പം പെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ ഈ അവസ്ഥയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. ചില സമയത്ത് നല്ല ശക്തമായിട്ട് അങ്ങോട്ട് പെയ്യും, ചിലപ്പോൾ പെയ്യില്ല. പക്ഷെ ആ കൂടെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുവാണ് കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ തക്കാളി വെന്തോന്നൊന്നും തുറന്നു നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഓംലെറ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചുമപ്പിച്ച് പൊരിച്ചെടുക്കുന്ന മുട്ടയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇട്ടത്. അതും ഉള്ളിയും കൂടി ഇട്ട് തട്ടിക്കുട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇതേ നമ്മുടെ അരപ്പിനകത്തോട്ട് കുറച്ച് ഉലുവയിലയും നമ്മുടെ മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചോറ് ചേർക്കാം.
ടൊമാറ്റോ റൈസിൻ്റെ പല അവസ്ഥാന്തരങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ ഈ കണ്ടത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇതിനെ കുറച്ച് റിച്ച് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെന്താ കടലപ്പരിപ്പ്, ചിലർ ഉഴുന്ന് ഇതൊക്കെ ചേർത്തിട്ട് പൊളിയാക്കാം. പക്ഷേ ഇവിടെ കിച്ചു ഇതെല്ലാം ഇങ്ങനെ കടിക്കുമ്പോഴത്തേനും പിന്നെ അവൾ അധികം കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർക്കാൻ പോകാറില്ല. അപ്പോൾ 11:30 ആയപ്പോഴത്തേക്കും ലഞ്ചും ഒക്കെ സെറ്റായി. ഇനിയും സമയം കുറേ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി ക്ലീനിങ് തുടരാം. ഇത് കിച്ചൂസിന് വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഒരു ബുക്ക് ഷെൽഫാണ് കേട്ടോ. ഇത് ഒരു പഴയ ബുക്ക് ഷെൽഫ് ഇച്ചായൻ്റെ വീട്ടിൽ അവിടെ ടെറസിൽ ആരും ഉപയോഗിക്കാണ്ട് ഇതിനെ ആക്രിക്ക് കൊടുക്കാമെന്നുള്ളൊരവസ്ഥയിൽ ഇട്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇച്ചായൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ അതിനെ ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സാൻഡ് ചെയ്ത് കുറേ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പുതിയതാക്കി എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ അത് റീയൂസ് ചെയ്യുകയാണ്. ആ ഒരു ടൈമിൽ കിച്ചൂസിനോട് ഞാൻ അവളുടെ ടെൻറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഇത് ഈ കാണുന്നതാണ് എൻ്റെ ഒരു വർക്ക് സ്പേസ്. ഇവിടെയാണ് ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു ടേബിളിൻ്റെയും ഈ ചെയറിൻ്റെയും ഹൈറ്റ് എനിക്കിപ്പോൾ കറക്റ്റാണ്. കാരണം അതിന് മുന്നേ ഞാൻ ആ കാണുന്ന റൂമിലൊക്കെ ഇരുന്നായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് കഴുത്ത് വേദന കുറച്ച് അധികമായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതൊക്കെ ഏകദേശം സെറ്റായി. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ എന്നൊരു പ്ലാനിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ച് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ കിച്ചൂസിൻ്റെ ടെൻറ്റ് ക്ലീനപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു. നോക്കട്ടെ, നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പറക്കി ഇങ്ങനെ ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തൊന്നും അറിയില്ല. എന്തായാലും ഒരുവിധം ടെൻറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. കള്ളൊന്നുമില്ല കേട്ടോ. ടൊമാറ്റോ റൈസ് ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കുന്നവരുണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൂസിനെ കൊണ്ട് സ്റ്റോറി വായിപ്പിക്കണം. കാരണം വെക്കേഷൻ ആയാൽ പിന്നെ പിള്ളേർ കളി എന്ന് പറഞ്ഞെങ്കിൽ നടക്കും. പിന്നെ ഫോണും ടി വിയൊക്കെയാണ് കൂടുതലും. അപ്പം ഞാനിപ്പോൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ഒരു സ്റ്റോറി ഞാൻ കിച്ചൂസിനെ കൊണ്ട് വായിപ്പിക്കും. ആ ഒരു ടൈമാണിത്. ആനിമൽസൊക്കെ പേടിച്ച് ഓടുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വയസ്സായി, അപ്പൂപ്പനായി, ഓടാൻ ചാടാന്ന് വയ്യാളം ഇരിക്കുക. അപ്പം ആനിമൽസിനൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ ആനിമൽസ് വന്ന് പഴയ റിവെഞ്ച് തീർത്തിട്ട് പോവാം. ഹലോ ഗൈസ്. അങ്ങനെ വൈകിട്ടായി. ഇനിയിപ്പോൾ നല്ലൊരു കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ പോപ്കോണും കഴിക്കാനുള്ളൊരു മൂഡിലാണ്. ഞങ്ങൾ മിക്ക വീക്കെൻഡ്സും ചിലപ്പോൾ വീക്ക് ഡേയ്സ് സമയം ഉണ്ടെങ്കിൽ വൈകിട്ട് ചായയും പൊക്കിയിട്ട് മുകളിലോട്ട് ഇങ്ങ് വരും. ഇവിടെ വന്നാൽ സത്യം പറയാലോ ഭയങ്കര ഒരു വൈബാണ്. കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ചായ കുടിക്കണം. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ചായ കുടിക്കും. അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നതിനിടയിൽ നമുക്കൊരു ഗസ്റ്റ് വന്നു. ദേ ആ കാണുന്നത് എൻ്റെ ഫ്രണ്ട് മനുജയുടെ ഹസ്ബൻഡ് ആർക്കെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. 1-2 വീഡിയോസിലൊക്കെ ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ യാത്രയൊക്കെ പോകുന്നവരാണ്. കോട്ട്മാൻ ഗാർഡൻസ് എന്ന റെസിഡൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. താഴെ ദേ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. കിച്ചൂസൊക്കെ ഇവിടെയാണ് വൈകിട്ട് പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുന്നത്. ഇപ്പം കിച്ചൂസ് വരും. അവൾ ഇങ്ങനെ താഴെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികളൊക്കെ ഇങ്ങനെ താഴെ നിന്ന് കളിക്കുന്ന സൗണ്ടൊക്കെ കേട്ടാൽ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നത് ഡോമിനോസിലാണ്. പിസ്സ കഴിക്കാനായിട്ടൊരു കൊതി ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ ഡിന്നറോട് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗും ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.